G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മുനമ്പം റോഡിൽ കുഴിപ്പള്ളിയിലാണ് കുഴിപ്പള്ളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം പള്ളത്താംകുളങ്ങര ദേവീക്ഷേത്രത്തിന് വലതുവശമായാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പള്ളത്താംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഈ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നു. ഏകദേശം 1000 വർഷത്തിനുമേൽ പഴക്കം കരുതുന്ന ഈ ക്ഷേത്രം ശക്തൻ തമ്പുരാൻ നേരിൽ വന്ന് തൊഴുതിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഇവിടെ വരാൻ വൈപ്പിൻ ഗോശ്രീ പാലം വഴിയും പറവൂർ വഴി അറ്റം ചെറായി വഴിയും കൊടുങ്ങല്ലൂർ മാല്യങ്കര പാലം വഴിയും ഇവിടെ എത്തിച്ചേരാം. കുഴിയിൽ പള്ളി കൊള്ളും പിന്നീട് കുഴിപ്പള്ളി എന്ന സ്ഥലപ്പേരായി. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഉമാമഹേശ്വര രൂപത്തിലാണ്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഗണപതി, ശാസ്താവ്, ഭഗവതി, ശ്രീകൃഷ്ണൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. വൈപ്പിൻകരയിലെ ആദ്യത്തെ ശിവക്ഷേത്രം ആണ് എന്നും ഈ പ്രദേശത്ത് താമസിക്കുന്നവർ പറയുന്നത്. വൈപ്പിൻ ദ്വീപിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിലൊന്നാണിത്. വൈപ്പിൻ ദ്വീപിന്റെ രൂപീകരണത്തിനു ശേഷം ജനജീവിതം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കാം എന്ന് ചരിത്രരേഖകൾ പറയുന്നു. മഹാദേവന്റെ ക്ഷേത്രം എന്ന അർത്ഥത്തിലായിരിക്കാം കുഴിപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്ന പേരുണ്ടായത്. കുഴിപ്പള്ളി പിന്നീട് കുഴിപ്പള്ളിയായി. കാലാന്തരത്തിൽ ഇന്ന് കാണുന്ന കുഴിപ്പള്ളി ഗ്രാമവുമായി. അതുകൊണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും അഭിഷ്ട കാര്യസാധ്യത്തിനും ധാരാളം ഭക്തജനങ്ങൾ വഴിപാടുകൾ നടത്തി സാക്ഷാത്കാരം തേടുന്നു. ശക്തൻ തമ്പുരാൻ ഇവിടെ പല യാഗങ്ങളും നടത്തിയതായും അടുത്ത കൊട്ടാരവും കുളവും തറവാടും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ആചരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ പള്ളത്താംകുളങ്ങര ക്ഷേത്രത്തിലെ ദേവിയെ ഉത്സവം ക്ഷണിക്കാൻ പള്ളത്താംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചെല്ലാറുണ്ട്. പക്ഷേ ആ സമയം ദേവി ഋതുമതി ആയിരുന്നതിനാൽ ദേവി ഉത്സവം കൂടാൻ പോവുകയില്ല എന്നൊരു വിശ്വാസം കൂടെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.